അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി അൻ ജുബൈർ റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ദബ്ബ ഇലൈക്കും ദാഉൽ ഉമമി ഖബ്ലക്കും അൽ ഹസദു വൽ ബഅലാഹു ഹിയൽ ഹാലിക അമാ ഇന്നി ലാ അഖൂലു തഹ്കിലു ഷഅറ വലാകിൻ തഹ്ലിഖുദ്ദീൻ. ജുബൈർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ മുമ്പുള്ള സമൂഹങ്ങളെ ബാധിച്ച രോഗം നിങ്ങളിലേക്കും ഇഴഞ്ഞെത്തിയിരിക്കുന്നു. അസൂയയും പകയുമാണത്. പക എല്ലാറ്റിനെയും മുണ്ഡനം ചെയ്യുന്നതാണ്. തലമുടി മുണ്ഡനം ചെയ്യുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പ്രത്യുത ദീനിനെ തന്നെ മുണ്ഡനം ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഹൃദയങ്ങളിൽ മുളച്ചു പൊന്തുന്ന വിനാശകാരികളായ വിഷവൃക്ഷങ്ങളാണ് പകയും അസൂയയും. ശരീരത്തിൽ നിന്നും ഊർജം സ്വീകരിച്ച് ശരീരത്തെ തന്നെ നശിപ്പിക്കുന്നവ. ഒരിക്കലും സുഖപ്പെടാത്ത രണ്ട് വ്രണങ്ങൾ പോലെയാണവ. വ്യക്തിയെയും സമൂഹത്തെയും ഒരുപോലെ അവ ബാധിക്കും. അവയുടെ ദുർഗന്ധമേറ്റ് ഭദ്രമായ സാമൂഹിക ബന്ധങ്ങൾ പോലും ശിഥിലമായി തീരും. അടുത്തവരെ അകറ്റാനും അകന്നവരെ കൂടുതൽ അകലങ്ങളിലേക്ക് തള്ളാനും അസൂയയും വിദ്വേഷവും കാരണമായി തീരും. മറ്റൊരാളുടെ നേട്ടങ്ങൾ വെറുക്കുകയും അയാളുടെ നാശം ആഗ്രഹിക്കുകയും ചെയ്യലാണല്ലോ അസൂയ. അസൂയയും പകയും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഒന്ന് മറ്റൊന്നിന്റെ ഉൽപാദനവും അനിവാര്യതയുമാണ്. അസൂയ പകയെയും പക അസൂയയെയും ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. മറ്റുള്ളവരുടെ ഒരു നന്മയെയും അംഗീകരിക്കാതിരിക്കുക എന്നതാണ് അസൂയാലുവിന്റെ മനസ്സ്. തന്റെ കൂട്ടുകാരന്റെ നന്മകൾ നശിച്ചു കാണാനാണ് എപ്പോഴും അയാൾ കൊതിക്കുക. അതുകൊണ്ട് തന്നെയാണ് അസൂയക്കാരൻ ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കുന്നില്ല. എതിരാളിയുടെ ന്യൂനതകൾ ചികഞ്ഞു നടക്കാനും പറഞ്ഞു പ്രചരിപ്പിക്കാനുമാണ് അയാൾ സമയം കണ്ടെത്തുക. ഏഷണിയും പരദൂഷണവും അയാളുടെ തൊഴിലായി മാറും. ആരെക്കുറിച്ചാണോ താൻ അസൂയ വെക്കുന്നത് അവരുടെ നാശത്തിനായി ആവും വിധമെല്ലാം അസൂയക്കാരൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. പകയും വിദ്വേഷവും വെറുപ്പും അയാളുടെ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടും. ദൈവകൽപ്പനകൾ ലംഘിക്കാനും തന്റെ കൂട്ടുകാരനെതിൽ തെറ്റായ മാർഗങ്ങൾ അവലംബിക്കാനും അത് കാരണമായി തീരും. ഒടുവിൽ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ദീനിനെ തന്നെ അത് നശിപ്പിച്ചു കളയുകയും ചെയ്യും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇയ്യാകും വൽ ഹസദ ഫഇന്നൽ ഹസദ യഅകുലുൽ ഹസനാതി കമാ തഅകുലുൻ നാരുൽ ഹതബ്. നിങ്ങൾ അസൂയയെ സൂക്ഷിക്കുക, കാരണം തീ വിറകിനെ തിന്നു തീർക്കുന്നത് പോലെ അസൂയ നന്മകളെ മുഴുവൻ തിന്നു തീർക്കും. സകലത്തിനെയും കരിച്ചു കളയുന്ന അഗ്നിയോടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അസൂയയെ ഉപമിച്ചിരിക്കുന്നത്. തീ അതിന്റെ വാഹകനെ തന്നെയാണല്ലോ ആദ്യം കരിച്ചു കളയുക. അസൂയയും ഇങ്ങനെയാണ്. അസൂയാലുവിന്റെ ശരീരത്തെയും മനസ്സിനെയും അത് നശിപ്പിച്ചു കളയുന്നു. മുആവിയ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ദുർഗുണങ്ങളിൽ അസൂയയേക്കാൾ നീതിമാനായ മറ്റൊന്നുമില്ല. ആരെക്കുറിച്ചാണ് അസൂയ വെച്ചു പുലർത്തുന്നത് അവനിലേക്ക് ചെന്നെത്തുന്നതിന് മുമ്പ് അസൂയാലുവിനെ തന്നെ അത് വകവരുത്തുന്നു. അകാരണമായി അസൂയ വെച്ചു പുലർത്തുന്നതിലെ നിരർത്ഥകതയെക്കുറിച്ച് ഇമാം ഹസൻ ബസ്വരി റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, മനുഷ്യ, നീ നിന്റെ സഹോദരനോട് അസൂയപ്പെടുന്നതെന്തിനാണ്? അള്ളാഹു അവനെ അനുഗ്രഹിച്ചത് അവനോടുള്ള ആദരവ് കൊണ്ടാണെങ്കിൽ അള്ളാഹു ആദരിച്ച ഒരു വ്യക്തിയോട് നീ അസൂയ കാണിക്കുന്നതെന്തിന്? ഇനി അള്ളാഹു അവനെ ആദരിച്ചതല്ലെങ്കിൽ അവന്റെ നരകപ്രവേശനത്തിൽ നിന്റെ അസൂയക്കെന്ത് പ്രസക്തി? സർവ്വതിന്മകളുടെയും ആദി കാരണമാണ് അസൂയയും പകയും വെറുപ്പും വിദ്വേഷവും. വിശ്വാസികൾ തങ്ങളിലേക്ക് ഇത്തരം ദുർഗുണങ്ങൾ കടന്നു വരുന്നുണ്ടോ എന്ന് ഓരോ നിമിഷവും ആത്മപരിശോധന നടത്തേണ്ടതുണ്ട്. വിശ്വാസത്തെ തന്നെ മുണ്ഡനം ചെയ്തു കളയുന്ന ഈ സാമൂഹിക വിപത്തിനെക്കുറിച്ച് നിതാന്ത ജാഗ്രത പുലർത്താൻ ഹദീസ് നമ്മോട് ആവശ്യപ്പെടുന്നു. അള്ളാഹു നമ്മെ എവരെയും കാത്തു രക്ഷിക്കുമാറാവട്ടെ. ആഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.